ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കനത്ത മഴയാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ജാഗ്രത പുലർത്താൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് ട്രംപ് പറയുന്നത് ഈ ഒരു ഇറാൻ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് അത് പോസ് ചെയ്തു എന്നുള്ള വാർത്തയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂഡ് പ്രൈസ് ഫോളോ ചെയ്തു. കൂടാതെ തന്നെ US മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി. ഗോൾഡും മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളിലെല്ലാം തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടു. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് ഓപ്പണിംഗ് നമുക്കുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി 24,400 ഒക്കെ മുകളിൽ പോയി. ഇപ്പോൾ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,500 ആ റേഞ്ചിലാണ്. അപ്പോൾ യുദ്ധം ഇതുപോലെ തന്നെ പോസായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ മാർക്കറ്റ് 25,000 ഒക്കെ മാർക്കറ്റിന് പോകാനായിട്ട് സ്ട്രെങ്ത് ഉണ്ടാവും. കാരണം FIs ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് FIs കണ്ടിന്യൂസ്ലി ബൈ നടത്തി. 4 ദിവസം കൊണ്ട് 7,000 കോടി രൂപയ്ക്ക് മുകളിൽ FIs ബൈ ചെയ്തു. അതാണ് നമുക്ക് ഇപ്പോൾ ഉള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. കാരണം FIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വരികയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. നിക്ഷേപകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിനാണ്. നമുക്ക് ഇന്ന് ഈ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത് ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എല്ലാ മാസം ആദ്യ സമയങ്ങളിൽ. കൂടാതെ ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. DLF, UPL, IRDA, ടോറൻറ്റ് പവർ, ജിൻഡാൽ സ്റ്റീൽ, ക്യാംസ്, KE ഇൻഡസ്ട്രീസ്, കിംസ്, എസ്കോട്ട്, കാൻസായി, നസാറ ടെക്, ഇനോക്സ് വിന്ത്, JM ഫിനാൻസ്, ധനുക, മൂവിവിക്ക്, ബ്ലൂ ജെറ്റ്, എത്തോസ്, ഡോംസ്, തോമസ് കുക്ക്, NOCIL തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനൊക്കെ ചെയ്യാനായിട്ട് അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഫാർ OTM ഒക്കെ കിട്ടും. കൂടാതെ തന്നെ ഏറ്റവും ചിലവ് കുറവാണ്. ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും പോസിറ്റീവായിരുന്നു. ഏറ്റവും താഴെ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4,050, സിൽവർ 58, ബിറ്റ്കോയിൻ 63,000, ബ്രന്റ് ഓയിൽ കാണാം 7% ഇടിഞ്ഞു 84, നാച്ചുറൽ ഗ്യാസും ഇടിഞ്ഞു. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,557, നമ്മുടെ ക്ലോസിങ് 24,452 ആയിരുന്നു. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും പോസിറ്റീവിൽ തന്നെയാണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 24,450 നമ്മുടെ സ്പോട്ട് ഉള്ളത്. 1.5 ആണ് PCR ഉള്ളത്. പുട്ട് റൈറ്റിംഗ് കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. 24,000 ഹ്യൂജ് സപ്പോർട്ട് സോണുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ITC നെറ്റ് പ്രോഫിറ്റ് 27% ഒരു കുറവ് രേഖപ്പെടുത്തി. മാരുതി സുസുക്കി നെറ്റ് പ്രോഫിറ്റ് 11% കുറവാണ് രേഖപ്പെടുത്തിയത്. IOC ഇത്തവണ ലോസ് റിപ്പോർട്ട് ചെയ്തു 2,661 കോടി രൂപ. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനി ഈ തവണ നെറ്റ് പ്രോഫിറ്റ് 47 കോടി രൂപയിൽ നിന്ന് 483 കോടി രൂപയിലേക്ക് ശക്തമായ വർധനവ് രേഖപ്പെടുത്തി. ABB ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 3% ഉയർന്നു. മുത്തൂറ്റ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 38% ഉയർന്നു. CDSL നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. പെർസിസ്റ്റൻസ് സിസ്റ്റം നെറ്റ് പ്രോഫിറ്റ് 9% ഫോളാണ് രേഖപ്പെടുത്തിയത്. ബ്ലൂ ഡാർട്ട് നെറ്റ് പ്രോഫിറ്റ് 81% വർധനവ്. NCC കമ്പനി 1,052 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സെറ്റലൈറ്റ് ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അല്ല, അവർക്ക് 960 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ക്ലീൻ മാക്സ് നെറ്റ് പ്രോഫിറ്റ് 55 കോടി രൂപ. കഴിഞ്ഞ തവണ 16 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനിയാണ്. APL അപ്പോളോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% വർദ്ധിച്ചു. പവറിക്ക കമ്പനി അവർ ഒരു പുതിയ 100 മെഗാവാട്ടിൻ്റെ ഒരു പുതിയ പവർ പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. അർബൻ കമ്പനി അവർ 6 കോടി രൂപയിൽ നിന്ന് 92 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സാസ്കൺ ടെക് 9 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. നാരായണ ഹൃദയാലയ കമ്പനി 197 നിന്ന് 210 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉപയോഗപ്പെടുത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.